ഹലോ, കുട്ടികൾ ഓരോരുത്തരായി പൂ കൊടുക്കണം. താങ്ക് യു പറ. ഇതോടൊപ്പം തന്നെ നമ്മുടെ കൊട്ടാരക്കര UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ബഹുമാന്യായ ഐഷ ടി മേഘനാഥ് ഇവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് ഷോൾ അണിയാൻ വേണ്ടി മണ്ഡലം പ്രസിഡന്റ് ഗീതാഞ്ജലി അനിലിനെ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ മണ്ഡലം സെക്രട്ടറി പ്രകാശ് കുടവട്ടൂർ, വെളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത, അതോടൊപ്പം തന്നെ മൈലം പ്രസിഡന്റ് അനിത, ഉമ്മന്നൂർ സെക്രട്ടറി രാജേന്ദ്ര ഉമ്മന്നൂർ, കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി സെക്രട്ടറി സാമുവൽ ജോർജ്, നെടുവത്തൂർ മണ്ഡലം സെക്രട്ടറി മധു, കുളക്കട മണ്ഡലം പഞ്ചായത്ത് സെക്രട്ടറി അനിൽ, കരിയപ്ര പഞ്ചായത്ത് സെക്രട്ടറി ബിജു, എഴുകോൺ പഞ്ചായത്ത് സെക്രട്ടറി ബിനു രാഘവ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ സംസ്ഥാന ഒരു പുതിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ഏറ്റവും ഭീതികരമായ ഒരവസ്ഥയിലാണ് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് വ്യാപകമായി സംഘപരിവാറിൻ്റെ ഒരു കടന്നുകയറ്റം ഉണ്ടാകുന്നു. ആ കടന്നുകയറ്റത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ കടന്നുകയറ്റത്തെ കൂട്ടുനിർത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ എല്ലാ തരത്തിലേക്കുള്ള വളം വെച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു UDF എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ സംഘപരിവാറിനെതിരെയുള്ള കടന്നുകയറ്റത്തെ ചെറുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലും കൂടിയാണ് DHRM പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഈ തെരഞ്ഞെടുപ്പിന് UDF പിന്തുണ അർപ്പിക്കുകയും മാത്രവുമല്ല, ഈ കഴിഞ്ഞുപോയ 10 വർഷ കാലഘട്ടം ഇത്രയും ദളിത് വിരുദ്ധമായ ഒരു ഭരണം ഈ സംസ്ഥാനത്ത് നടന്നിട്ടില്ല. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലായാലും ഭൂമിയുടെ കാര്യത്തിലാണെങ്കിലും അതോടൊപ്പം തന്നെ നമ്മുടെ ക്കെതിരെയുള്ള അതിക്രമങ്ങളാണെങ്കിലും അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിന്റെ വീടെന്ന് പറയുന്ന സ്വപ്നത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അതിലേറ്റവും പ്രധാനമായി പറയേണ്ട കഴിഞ്ഞ 10 വർഷത്തിനകത്ത് 7411 കോടി രൂപയാണ് നമ്മുടെ ഫണ്ട് ലാപ്സാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ജനദ്രോഹപരമായി ദളിത് ആദിവാസി സമൂഹത്തെ തിരിഞ്ഞുപോലും നോക്കാതെ ദൂരത്തിന്റെയും അതോടൊപ്പം തന്നെ സ്വജനപക്ഷപാതത്തിന്റെയും ഭാഗമായി ഭരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിനെ താഴെ ഇറക്കേണ്ട ആവശ്യകത നമ്മുടെയും കൂടി ആവശ്യമായതുകൊണ്ട് തന്നെയാണ് നമ്മൾ UDFനോടൊപ്പം നിന്നുകൊണ്ട് എല്ലാ നിയോജകമണ്ഡലം കമ്മിറ്റികളും അവരുടെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഈ സ്വീകരണം ഏറ്റുവാങ്ങിയ നമ്മുടെ ആരാധ്യയായ ഐഷ പോറ്റി അവരുടെ സ്വീകരണം ഏറ്റുവാങ്ങി സംസാരിക്കുന്നതിന് ക്ഷണിച്ചുകൊള്ളും. ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള DHRMന്റെ ആദരണീയരായ ഭാരവാഹികളെ, പ്രിയങ്കരായ DRHM പ്രവർത്തകരെ, പ്രിയപ്പെട്ട കൊച്ചുമക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾ തന്ന ഊഷ്മളമായ സ്വീകരണം അതിനൊരു1000 നന്ദി വാക്കുകൊണ്ട് മാത്രം നിൽക്കുന്നതല്ല, ഹൃദയത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇരിക്കുമ്പോഴും ഒരു മനുഷ്യരെയും ഭേദം കാണിക്കാതെ ജാതിയോ മതമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ നോക്കാതെ മനുഷ്യന് സാധ്യമാകുന്ന ഒരു ജനപ്രതിനിധിക്ക് സാധ്യമാകുന്നതെല്ലാം എല്ലാ വിഭാഗങ്ങൾക്കും ചെയ്യാൻ വേണ്ടി നല്ല പരിശ്രമം നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയുള്ളൂ. നിങ്ങളൊക്കെ പറഞ്ഞ വിഷമകരമായ കാര്യങ്ങൾ ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിലുള്ളതാണ്. ഇപ്പോൾ UDFനെ പിന്തുണച്ചുകൊണ്ട് DHRM എടുത്ത തീരുമാനത്തെ അങ്ങേയറ്റം സന്തോഷത്തോടുകൂടി ഞങ്ങൾ കാണുന്നു. തീർച്ചയായിട്ടും ദുർബല വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള നല്ല പ്രയത്നം തീർച്ചയായിട്ടും UDF സർക്കാർ വരുമ്പോൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടി അർഹമായ ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് തരാനുള്ള പരിശ്രമം ഒരു ജനപ്രതിനിധിയാക്കി വിടുമ്പോൾ എൻ്റെ ഭാഗത്തു നിന്നും മുൻകാലങ്ങളിലെ പോലെ തന്നെ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. കാരണം ഭരണഘടനയിൽ എല്ലാവരും തുല്യരാണ്, നമ്മളെല്ലാം തുല്യരാണ്. ഓരോരോ
ജാതിയും മതവും എല്ലാം മനുഷ്യൻ തന്നെ ഉണ്ടാക്കുന്ന, സാമ്പത്തിക സ്ഥിതി മാറി മറിഞ്ഞു വരുന്നത്, അതൊന്നും ഒരു കാര്യമല്ല. മനുഷ്യരെല്ലാം ഒന്നാണ്, ബ്ലഡെല്ലാം ഒന്നാണ്. അതുപോലെ സങ്കടങ്ങൾ ഒന്നാണ്, സന്തോഷവും അതുപോലെയാണ്. ചെറിയവനും വലിയവനും എല്ലാം സന്തോഷം ഒരുപോലെയാണ്. അപ്പോൾ അങ്ങനെ ഒന്നായി കാണാനുള്ള മനസ്സാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഭരണത്തിലിരിക്കുന്നവർ മറക്കാതെ ഓർക്കണം, കോടിക്കണക്കിന് രൂപ പാഴാക്കി കളഞ്ഞതിൻ്റെ ദുഃഖകരമായ കാര്യമാണ് നമ്മുടെ നേതാവ് ഇവിടെ സൂചിപ്പിച്ചത്. അത് ഉണ്ടാകാതിരിക്കാൻ തീർച്ചയായിട്ടും UDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ, എന്നെപ്പോലുള്ളവരും ജയിച്ചു വരുമ്പോൾ, നിങ്ങൾ ജയിപ്പിച്ചു വിടുമ്പോൾ അതിലിടപെടാൻ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലായിടത്തും എത്തിച്ചേർന്ന് അവിടെ ഒരു പ്രവർത്തകൻ്റെ വീട് പൊളിച്ച പ്രശ്നം വന്നിട്ടുണ്ട്, ഓടിയെത്തണം. നിങ്ങൾ തന്ന നല്ല സ്നേഹം, ഊഷ്മളമായ സ്നേഹം, ഈ വെയിലത്തൂടെ കാത്തിരുന്നുകൊണ്ട് തന്ന സ്നേഹം ഒരിക്കലും മറക്കത്തില്ല. മുഴുവൻ പേരെയും നിറഞ്ഞ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുന്നു. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഈ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന എന്നെ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ജയിച്ചു വന്നാൽ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, വെറും വാക്കുകളല്ല മുൻകാലങ്ങളിൽ ഇടപെട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം. കോളനി നവീകരണത്തിനൊക്കെ എത്രമാത്രം ആ കൊതുമ്പിൽ തെക്കേക്കര കോളനി അതിദുർഘടമായ സ്ഥലം ഇന്ന് കണ്ടാൽ അതിമനോഹരമാണ്. അവർക്ക് ആ സ്നേഹം ഇന്നും ഉണ്ട്. അതുപോലെ എത്രയോ സ്ഥലങ്ങൾ, അതുപോലെ ഫീസ് കിട്ടാതെ ഇരുന്നവരുടെയൊക്കെ ഇടപെടാം. അതുപോലെ തന്നെ കൂടുതൽ കരുത്തോടെ നിങ്ങളുടെയൊക്കെ ഒപ്പം ഉണ്ടാകുമെന്ന ഒരു ഉറപ്പ് കൂടി തന്നുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു, കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്നെ ഒന്ന് പോകാൻ അനുവദിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ഈ സ്വീകരണത്തിന് നമ്മുടെ സ്വീകരണം ക്ഷണിച്ചെത്തിയ കൊട്ടാരക്കരയുടെ UDF സാരഥി ബഹുമാനപ്പെട്ട ഐഷ പോറ്റി അവർക്ക് സമ്മേളനത്തിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായി നന്ദി രേഖപ്പെടുത്തുന്നു. വിജയിച്ചിട്ട് ഒന്നുകൂടി ഇവിടെ വരാം.